പ്രധാനമന്ത്രി അവിടെ എത്തുന്നു എന്നതുകൊണ്ട് തന്നെ തൃപ്രയാറിന്റെ മുഖം മാറാൻ പോകുന്നു. വലിയ രീതിയിലുള്ള വിശ്വാസികളുടെ വലിയ ഒഴുക്ക് വരും ദിവസങ്ങളിലൊക്കെ തൃപ്രയാറിലേക്ക് ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. എന്നാലും തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ പ്രധാനമന്ത്രി ദർശനത്തിനായി എത്തി. ദർശനവും മീനൂട്ട് വഴിപാടും നടത്തിയിരിക്കുന്നു. അദ്ദേഹം ഗുരുവായൂരിൽ നിന്ന് ഹെലികോപ്റ്ററിൽ വലപ്പാട് സ്കൂൾ ഗ്രൗണ്ടിൽ ഇറങ്ങിയ ശേഷമാണ് അവിടെ നിന്ന് എത്തിയത്. നിരവധി ബിജെപിയുടെ പ്രവർത്തകരാണ് റോഡിന്റെ രണ്ട് ഭാഗത്തുമായിട്ട് അദ്ദേഹത്തിനെ വരവേൽക്കാൻ നിന്നിരുന്നത്. വലിയ സന്തോഷത്തോടെ പ്രധാനമന്ത്രി തങ്ങളുടെ നാട്ടിലെത്തുന്നു. പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമായി തൃപ്രയാർ മാറുന്നു എന്നൊക്കെയുള്ളതിലെ സന്തോഷം അവിടുത്തെ ജനങ്ങൾ പങ്കുവെക്കുകയും ചെയ്തു. നേരത്തെ അനീഷ് പറഞ്ഞതുപോലെ ഇനി തൃപ്രയാറിന്റെ കാര്യത്തിൽ നേരത്തെ ഗുരുവായൂരിനുണ്ടായിരുന്ന അതേ ഒരു ഇമേജിലേക്ക് ഇല്ലെങ്കിൽ അത്രയധികം വളർച്ചയിലേക്ക് തൃപ്രയാർ മാറുന്നു എന്നതിന്റെ തുടക്കമായി വേണം ഇതിനെ കാണാൻ. വലിയ രീതിയിലുള്ള വിശ്വാസികളുടെ ഒരു ഒഴുക്ക് വരും ദിവസങ്ങളിൽ തൃപ്രയാറിൽ ഉണ്ടാകുമെന്നത് ഒരിക്കൽ കൂടി സൂചിപ്പിക്കുന്നു. പ്രധാനമന്ത്രി എത്തിപ്പോയതിന് ശേഷം ഭക്തരെ കയറ്റിവിടും. വരും ദിവസങ്ങളിലും അത്രയും തന്നെ തിരക്ക് അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. പ്രധാനമന്ത്രി രണ്ട് ഹെലികോപ്റ്ററുകളിലായിട്ടാണ് ഗുരുവായൂരിൽ നിന്ന് അദ്ദേഹം തൃപ്രയാറിലേക്ക് എത്തിയത്. അവിടെ നിന്ന് റോഡ് മാർഗം തൃപ്രയാർ ക്ഷേത്രത്തിലേക്ക് എത്തുന്നു. ഇപ്പോൾ വഴിപാടിനും ശേഷം അദ്ദേഹം തിരിച്ചു പോകും എന്നാണ് അറിയുന്നത്. രാവിലെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ദർശനത്തിന് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിനും ശേഷമാണ് അദ്ദേഹം തൃപ്രയാർ ക്ഷേത്രത്തിലേക്ക് എത്തിയത്. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ അദ്ദേഹം പങ്കെടുത്തു. അതിനുശേഷം തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്ക് അദ്ദേഹം എത്തുകയായിരുന്നു. ക്ഷേത്ര ദർശനവും അതിനുശേഷമുള്ള പ്രധാനപ്പെട്ട വഴിപാടാണ് തൃപ്രയാറിൽ മീനൂട്ടിനും ശേഷം അദ്ദേഹം ഔദ്യോഗിക പരിപാടികളിലേക്ക് കടക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ക്ഷേത്ര ദർശനത്തിന് ശേഷം തിരിച്ച് അദ്ദേഹം കൊച്ചിയിലേക്ക് എത്തും. വില്ലിംഗ്ടൺ ഐലൻഡിൽ രാജ്യാന്തര കപ്പൽ അറ്റകുറ്റപ്പണി കേന്ദ്രം, ഡ്രൈഡോക്ക്, IOCയുടെ LPG ഇറക്കുമതി ടെർമിനൽ ഇതെല്ലാം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. പിന്നീട് മറൈൻ ഡ്രൈവിൽ ശക്തി കേന്ദ്ര പ്രമുഖരുടെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തതിനു ശേഷം മടങ്ങും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രധാനമായും രണ്ട് കാര്യമാണ്. ഒന്ന്, സുരേഷ് ഗോപിയുടെ മകളുടെ ഗുരുവായൂരിലെ സന്ദർശനം, അതിനുശേഷം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ അദ്ദേഹം പങ്കെടുത്തു. ഒരു പ്രധാനമന്ത്രി വിവാഹ ചടങ്ങിൽ ഇവിടെ പങ്കെടുക്കുന്നു എന്നുള്ളത് വലിയ ആവേശം പ്രവർത്തകർക്കുണ്ടാക്കുന്ന കാര്യമാണ്. മറ്റൊന്ന്, അദ്ദേഹം തൃപ്രയാറിൽ സന്ദർശനം നടത്തി. രാമക്ഷേത്രത്തിന്റെ പ്രാൺപ്രതിഷ്ഠ ചടങ്ങ് നടക്കാനിരിക്കെ അയോധ്യയിൽ ആ ചടങ്ങ് അടുത്ത തിങ്കളാഴ്ച നടക്കാനിരിക്കെയാണ് ഇന്നിപ്പോൾ അതിനു മുമ്പായി അദ്ദേഹം തൃപ്രയാറിൽ സന്ദർശനം നടത്തിയിരിക്കുന്നത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനം തുടരുകയാണ്. അദ്ദേഹം അല്പസമയത്തിനുള്ളിൽ തന്നെ അവിടെ നിന്ന് പോകുമെന്നാണ് കരുതുന്നത്. അനീഷ് ചേരുന്നുണ്ട്. അനീഷ്, അവിടെ സമയം കഴിയാറായോ? ഇനി നേരെ കൊച്ചിയിലേക്കാണോ? എങ്ങനെയാണ് സമയക്രമം? തീർച്ചയായും 11-ഓടുകൂടി അദ്ദേഹം വലപ്പാട് ഹെലിപ്പാഡിൽ തിരിച്ചെത്തുമെന്നാണ് നേരത്തെ നിശ്ചയിച്ചിരിക്കുന്ന സമയക്രമം. അതിനുശേഷം അവിടെ നിന്നും കൊച്ചിയിലേക്ക് പോവുകയും കൊച്ചിയിൽ അദ്ദേഹം പിന്നീട് നേരത്തെ നിശ്ചയിച്ചിരിക്കുന്ന പരിപാടികളിൽ അല്ലെങ്കിൽ പാർട്ടി പരിപാടി അടക്കമുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കും എന്നും ആണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഏറെ രാഷ്ട്രീയ പ്രാധാന്യം ഈ ഇന്നത്തെ ക്ഷേത്ര ദർശനത്തിനും ഗുരുവായൂർ ദർശനത്തിനുമൊക്കെ നേരത്തെ തന്നെ കൽപ്പിക്കുന്നതായി വിലയിരുത്തപ്പെടുകയുണ്ടായിരുന്നു. കാരണം തൃശ്ശൂർ ഒരു ലക്ഷ്യ സ്ഥാനമായി അല്ലെങ്കിൽ തൃശ്ശൂർ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എടുക്കാൻ കഴിയുന്ന ഒരു ഇടമായി BJP വിലയിരുത്തുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ഈ തൃശ്ശൂരിലെ തന്നെ കൂടുതൽ പരിപാടികളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുക എന്നത്, കാരണം നമുക്കറിയാം ദിവസങ്ങൾക്ക് മുമ്പാണ് തൃശ്ശൂർ നഗരത്തിലെ ചടങ്ങിൽ ഈ സ്ത്രീകളുടെ പ്രത്യേക സംഗമത്തിൽ അദ്ദേഹം പങ്കെടുത്തത്. അതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഗുരുവായൂരിലെത്തി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുകയും ഗുരുവായൂർ ക്ഷേത്രത്തിൽ അദ്ദേഹം ദർശനം നടത്തുകയും ചെയ്യുന്നത്. ഗുരുവായൂരിൽ നിന്നും 22 കിലോമീറ്റർ മാത്രം അകലെയുള്ള തൃപ്രയാറിലേക്ക് അദ്ദേഹം വീണ്ടും എത്തുമ്പോൾ ഒരു സന്ദേശം കൈമാറുക എന്ന ലക്ഷ്യവും കൃത്യമായി ഇത്തരം ഈ നീക്കങ്ങൾക്ക് ഈ സന്ദർശനങ്ങൾക്ക് പിന്നിലുണ്ട് എന്ന് നമുക്ക് ഒരു വശത്ത് പറയാതെ വയ്യ. പക്ഷേ ഈ അയോധ്യയിലെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട BJP ഏറ്റവും വലിയ ഒരു ക്യാമ്പയിനായി ഏറ്റെടുത്തിരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഒരു വലിയ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു ചടങ്ങാണ് ഇനി വരാൻ പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ വിവിധ ക്ഷേത്രങ്ങളിൽ പ്രധാനമന്ത്രി സന്ദർശനം നടത്തുന്നുണ്ട്. BJP നേതാക്കളും മറ്റുമൊക്കെ പല ഇടങ്ങളിലായി
വിശിഷ്ടരായ വ്യക്തികളെയും പൗരപ്രമുഖരെയും ഒക്കെ കണ്ട് ആ ക്ഷേത്രത്തിന്റെ ചടങ്ങുകളിലേക്ക് ക്ഷണിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനിടയിലാണ് ഈ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രമായ ഈ പ്രശസ്തമായ രാമക്ഷേത്രമായ തൃപ്രയാറിലേക്ക് ഈ അദ്ദേഹം എത്തണമെന്ന ആവശ്യം ഉയർന്നു വരികയും ക്ഷേത്രം തന്ത്രി തരണല്ലൂർ പടിഞ്ഞാറേമന പത്മനാഭൻ നമ്പൂതിരിപ്പാട് അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് ജനുവരി 1 ക്ഷണിച്ചുകൊണ്ടൊരു കത്തയച്ചു. ഇതിനുശേഷം പിന്നീട് കാര്യമായ ഒരു ആശയവിനിമയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നില്ല. എന്നാൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനായി ഗുരുവായൂരിൽ അദ്ദേഹം എത്തുന്നു എന്ന് തീരുമാനിച്ചപ്പോൾ 2 ദിവസം മുമ്പ് ഈ ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹം ഇവിടെ കൂടെ എത്തുന്നെന്ന് അറിയിക്കുകയും SPG അടക്കമുള്ള ആളുകൾ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ വന്ന് പരിശോധന നടത്തുകയും ചെയ്തു. അപ്പോഴാണ് ക്ഷേത്രം ഭാരവാഹികൾക്കും നാട്ടുകാർക്കുമൊക്കെ ഇത്തരത്തിലൊരു നീക്കം പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനത്തിൽ ഉണ്ടാവുമെന്ന് അറിയിപ്പ് ലഭിച്ചത്. എന്തായാലും അതിലൂടെ അക്ഷരാർത്ഥത്തിൽ ഈ BJP പ്രവർത്തകർ വലിയ ആഘോഷത്തിലും ആഹ്ലാദത്തിലും ആവുകയും അവർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇവിടേക്ക് വന്ന് തമ്പടിച്ച് പുലർച്ചെ മുതൽ തന്നെ ഈ റോഡിന് ഇരുവശവുമായി നിലയുറപ്പിച്ചിരിക്കുന്ന കാഴ്ച കാണാൻ കഴിഞ്ഞും അദ്ദേഹത്തെ ഒരു വേള ദർശിക്കാൻ കഴിയും, അദ്ദേഹത്തെ കാണാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ അവർ നിൽക്കുന്നു. ഒപ്പം ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രാധാന്യം ഈ കൂടും. ക്ഷേത്രത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ ഇനി ത്വരിതഗതിയിലാവും. ഗുരുവായൂരിലായാലും തൃപ്രയാറിലായാലും ഈ കൂടുതൽ വികസന പദ്ധതികൾ ഇവിടേക്ക് എത്തും എന്നൊരു പ്രതീക്ഷയുണ്ട്. നേരത്തെ അമൃത് പദ്ധതിയിലൊക്കെ അടക്കം ഈ തൃപ്രയാറിനെ കൂടി ഉൾപ്പെടുത്താനുള്ള ചില നീക്കങ്ങളൊക്കെ ഭരണതലത്തിൽ നടന്നെങ്കിലും പിന്നീട് അവസാന നിമിഷം ഈ പദ്ധതികളിൽ ഉൾപ്പെടാൻ കഴിയാതെ പോവുകയായിരുന്നു ആ ക്ഷേത്രത്തിന്. വളരെ പഴക്കമുള്ള ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിലെ ഈ സ്ഥല സൗകര്യങ്ങൾ പരിമിതമാണ്. കാരണം ഉപയോഗപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ള കെട്ടിടങ്ങൾ പഴക്കമുള്ളതുണ്ട്. ഈ പലതും ഈ പുരാവസ്തു വകുപ്പിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ചില കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. ഇത്തരം ഇടങ്ങളിലൊക്കെ കൂടുതൽ വികസനം വേണമെന്ന ആവശ്യങ്ങൾ വളരെ വർഷങ്ങളായി തന്നെ ഈ ഭക്തരുടെ ഭാഗത്തു നിന്നും ക്ഷേത്രം ഭരണസമിതിയുടെ ഭാഗത്തു നിന്നുമൊക്കെ ഉയരുന്നുണ്ടായിരുന്നു. അത്തരം കാര്യങ്ങൾക്ക് ഒരു ഗതിവേഗം ഇനി ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനം നൽകും എന്ന ഒരു പ്രതീക്ഷ. ഈ ക്ഷേത്രത്തിനായി പ്രത്യേക പദ്ധതികൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ വരവ് ഓർമ്മിക്കപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും സമ്മാനങ്ങളൊക്കെ ഒരുപക്ഷെ വരും ദിനങ്ങളിൽ ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടില്ലെങ്കിലും പിന്നീട് അത് ലഭിക്കുമെന്ന ഒരു പ്രതീക്ഷ. കാരണം രാമ പ്രതിഷ്ഠയാണ് ഉള്ളത്. അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ പ്രതിഷ്ഠയാണുള്ളത്. അത് മര്യാദരാമൻ എന്ന മര്യാദ പുരുഷൻ എന്ന രീതിയിലുള്ള ഒരു രീതിയിൽ അദ്ദേഹം അപ്പം അത്തരത്തിലൊക്കെ വളരെ മേന്മയേറിയ ഒരു ക്ഷേത്രമാണ്. അതുകൊണ്ട് അർഹിക്കുന്ന ഒരു പരിഗണന ഈ ക്ഷേത്രത്തിനും പക്ഷേ ഈ സന്ദർശനത്തിന് ശേഷം ലഭിക്കുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് നാട്ടുകാർക്കുള്ളത്. ഈ നാടിന്റെ മുഖച്ഛായ അതോടുകൂടി തന്നെ മാറും എന്ന പ്രതീക്ഷയും നാട്ടുകാർക്കുണ്ട് തന്നെയാണ്.